Hi friends, welcome to National Driving Institute. National Driving Institute Malayalam YouTube channel leke ningalku evarkum swagatham. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പുതിയ സന്തോഷ വാർത്തയായിട്ടാണ്. അതായത് എന്നോട് കുറേ ദിവസങ്ങളായി എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും അല്ലാത്തവരുമായിട്ടുള്ള പബ്ലിക്സ് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സാർ നമ്മളുടെ CF സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വണ്ടി ടെസ്റ്റ് എടുക്കുക, ഇതിന്റെ ഡേറ്റ് തെറ്റിക്കഴിഞ്ഞാൽ ഡെയിലി 50 രൂപ വെച്ച് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്തെങ്കിലും മാറ്റം വന്നോ, മാറ്റം വരുന്നുണ്ട്, അങ്ങനെ കോടതിയോട് വിധി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത് വിധി വരാൻ പോകുന്നുണ്ട്, ഇത് എന്താണ് സാർ, ഇതിനെക്കുറിച്ച് വല്ല അതോ അറിഞ്ഞോ എന്നുള്ളത് ചോദിച്ചിട്ട് എന്നോട് ഒരുപാട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു. അവർക്കുള്ള ഒരു മറുപടിയാണ് ഞാനിന്ന് തരാൻ പോകുന്നത്. അതായത് 29/12/2016 മുതൽ നമ്മളുടെ കേരളത്തിൽ, ഇപ്പൊ ബാക്കിയുള്ള സ്റ്റേറ്റുകളുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, നമ്മളെ കേരളത്തിൽ ടെസ്റ്റ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ 50 രൂപ ഒരു ദിവസത്തിന് 50 രൂപ പ്രകാരം അടച്ചിരുന്നു. ആ സംഭവത്തിന് ഇപ്പോൾ തൽക്കാലം ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഒരു അറിയിപ്പ് കിട്ടുന്നത് വരെ പഴയ രീതിയിൽ തന്നെ ഫീസ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രത്യേക ഉത്തരവ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എല്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്കും RTO ഓഫീസുകളിലേക്കും ജോയിന്റ് RTO ഓഫീസുകളിലേക്കും സർക്കുലർ അയച്ചിട്ടുണ്ട്. അത് നിലവിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എക്സ്ട്രാ നമ്മൾക്ക് ആ ഡെയിലി 50 രൂപ എന്നുള്ളത് ഒഴിവായി മുൻപ് നമ്മൾ എങ്ങനെയാണ് ഒരു മാസത്തിന് ഇത്ര രൂപ പറഞ്ഞ് അടച്ച ആ ഫീസിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സന്തോഷ വാർത്ത എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിച്ചിരുന്നു, സാർ 1 വർഷമായി എന്റെ വണ്ടി തെറ്റിയിട്ട് 1.5 വർഷമായി ഞാൻ ടെസ്റ്റ് എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച ആ സുഹൃത്തുക്കൾക്കാണ് ഞാൻ ആദ്യം ഈ കാര്യം എത്തിക്കുന്നത്. കാരണം അവർ ഒരു ദിവസം 50 രൂപയായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു മാസത്തിന് 1500 രൂപയോ, 6 മാസമാകുമ്പോഴേക്ക് അത് 9000 രൂപയോ. ഈ പാവപ്പെട്ട നമ്മളെ നാട്ടിലെ ഓട്ടോ ഡ്രൈവേഴ്സാണ് കൂടുതലും ഇതിൽ പെട്ടുപോകുന്നത്. ബസ്സിനാകുമ്പോൾ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല, അവർ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷെ ഈ ഓട്ടോ ഡ്രൈവർമാര് തൽക്കാലം പിന്നെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് ഇതിൽ കുടുങ്ങിയിരിക്കുന്ന എൻ്റെ ഓട്ടോ സുഹൃത്തുക്കൾക്കും ഓട്ടോ സുഹൃത്തുക്കൾ അല്ലാത്ത ബാക്കിയുള്ള എൻ്റെ ഫ്രണ്ട്സിനും ഈ ഒരു ഇൻഫർമേഷൻ തരുന്നു. നിങ്ങളുടെ വാഹനം CF തെറ്റി നിൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ആ ഒരു മാസത്തിന് ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ നമ്മളെ പണ്ടത്തെ കണക്കുണ്ടല്ലോ, ആ കണക്കിൽ തന്നെ ഇപ്പോൾ CF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പ് തന്നെയാണ്, നമ്മൾ ഒരു ദിവസം തെറ്റിയാലും 2 ദിവസം തെറ്റിയാലും 10 ദിവസം തെറ്റിയാലും 6 മാസം തെറ്റിയാലും 5 വർഷം തെറ്റിയാലും എങ്ങനെയാണോ എന്താണോ അതിൽ തെറ്റിയിരിക്കുന്നത് അതിന്റെ ഒരു ഇത്ര രൂപ ഫൈൻ വരും, ഇത്ര രൂപ ഇത്ര ദിവസം തെറ്റിയിട്ടുണ്ട്, ഒന്നിലേക്ക് ഇത്ര രൂപ ഫൈൻ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇത്ര ദിവസം തെറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു കണക്ക് നമ്മളുടെ RTO ഡിപ്പാർട്ട്മെന്റിലുള്ള ഓരോ വണ്ടികൾക്കും ഓരോ ഇതുണ്ടല്ലോ, അതിന്റെ റിമാർക്സ് കോളത്തിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ CF നടത്തുകയുള്ളൂ. CF നടത്തി കഴിഞ്ഞ് ഇതിപ്പോ ഇടക്കാല ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഇപ്പൊ സ്റ്റേ ചെയ്തിട്ട് കോടതി തൽക്കാലം പഴയ പോലെ ആകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഫൈനൽ ആർഗ്യുമെന്റ് വന്ന ശേഷം അതെല്ലാം നിങ്ങൾ ഈ പഴയ ഫീസുകൾ കംപ്ലീറ്റ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു നിയമം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പൈസ മുഴുവനും അടയ്ക്കേണ്ടി വരും. അതല്ല അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇറങ്ങുന്നത് എങ്കിൽ നമ്മൾക്ക് ഈ വിഷമിച്ചിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം നല്ലൊരു സന്തോഷ വാർത്തയായിട്ട് തന്നെയാണ് ഞാൻ ഇത് കരുതുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ടെസ്റ്റിന് പോകുമ്പോൾ ആ പഴയ പെൻഡിങ്ങായി നിൽക്കുന്നവർ നിങ്ങളുടെ വാഹനങ്ങളൊക്കെ പെട്ടെന്ന് പണി കഴിച്ച് നിർത്തിയ വാഹനങ്ങളെ എത്രയും പെട്ടെന്ന് ടെസ്റ്റ് എടുക്കുക. എടുത്തിട്ട് ഇപ്പൊ നോർമൽ എന്ത് ലെവലിലാണ് വേണ്ടത് നല്ല രീതിയിൽ വാഹനം ഓടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. അതേപോലെ അത്യാവശ്യം തെറ്റി നിൽക്കുന്ന ആൾക്കാരെ ഇനി തെറ്റാൻ പോകുന്ന സൂചിപ്പിക്കുന്ന ആൾക്കാർക്കും ഈ ഫൈൻ ഒഴിവായി കിട്ടുന്നതായിരിക്കും. ഈ ഒരു വാർത്ത എനിക്ക് ഇന്നാണ് കിട്ടിയത്. ഇന്ന് കിട്ടി. ഇതിന് അപ്പൊ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കണം. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എന്നോട് ഇത് ചോദിച്ചിരുന്നു, ഫോണിലൂടെ വിളിച്ച് ചോദിച്ചിരുന്നു. എന്റെ കമന്റ് ബോക്സിൽ ഓരോ വീഡിയോസിന്റെയും കമന്റ് ബോക്സിൽ ഞാൻ കാണുന്നുണ്ട്. കുറെ എന്റെ കമന്റുകൾക്കൊക്കെ എനിക്ക് മറുപടി തരാൻ പറ്റുന്നത്, കുറച്ചെണ്ണത്തിന് മറുപടി തരാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പോഴേക്കും മറുപടി തന്നു. ഇപ്പൊ ഒരുപാട് തിരക്കുള്ളത് കൊണ്ട് എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ കണ്ട മെസ്സേജുകൾക്ക് കമന്റുകൾക്ക് ഞാൻ മറുപടി തരാറുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ, അതായത് നമ്മൾ 29/12/2016 മുതൽ നമ്മളുടെ കേരളത്തിലെ ഓരോ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഉടമകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ചില ആൾക്കാർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ഒരുപാട് ആൾക്കാർ ആ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനേക്കാളും അപ്പുറം ഒരുപാട് ആൾക്കാർക്ക് ഈ എക്സ്ട്രാ ഫൈൻ വരുമ്പോൾ ഒരുപാട് വിഷമിച്ച് ഇരിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി എൻ്റെ ഒരു ഇൻഫർമേഷൻ ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ വണ്ടി പണി കഴിച്ചിറക്കി റോഡിൽ ഇറക്കും.
പഴയ നമ്മളെ മുന്നേ എങ്ങനെയാണോ ഒരു ഫൈൻ ഉണ്ടായിരുന്നത് ആ രീതിയിൽ തന്നെ ആയിരിക്കണം. തൽക്കാലം ആ ഒരു ദിവസത്തിന് 50 രൂപ എന്നുള്ള ഫൈൻ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് കോടതിയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഫൈനൽ ആർഗ്യുമെന്റ് വരുന്നത് വരെ അതിലുണ്ട്. ഫൈനൽ ആർഗ്യുമെന്റ് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് പഴയ പോലെ തന്നെ ആകട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അതുപോലെ തന്നെ വരണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിരിക്കുന്നു. ഈ എത്തിച്ചിരുന്ന ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെ വാല്യുബിൾ ആയി തോന്നുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാം, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും കൂടുതൽ പുത്തൻ പുതു അറിവുകൾക്കായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരയ്ക്കും ഐ ആം ജഗദീഷ്. ഗുഡ് ബൈ.